ഈ ഇത്തിരിക്കോളം ഇല്ലാത്ത ഭൂമിയുടെ മുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടിച്ച് ഭൂമിയുടെ പുറത്തോട്ട് നോക്കി. ഞാൻ നോക്കിയിട്ട് വേറെ എവിടെയും ജീവൻ കാണുന്നില്ല, അതുകൊണ്ട് ഭൂമിയിലല്ലാതെ വേറെ എവിടെയും ജീവൻ ഉണ്ടാവില്ല എന്ന് പറയുന്നത് കടലിൽ ചെന്നൊരു ചില്ല് ഗ്ലാസ്സിൽ നിറച്ച് ഉപ്പുവെള്ളം എടുത്തിട്ട് ആ ഗ്ലാസ്സിലെ വെള്ളത്തിലോട്ട് നോക്കി ഞാൻ നോക്കിയിട്ട് ഈ കടലിൽ സ്രാവിനെയും തിമിംഗലത്തിനെയും ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ്. നമുക്ക് കുറച്ചും കൂടി വലിയ സാമ്പിളുകൾ എടുക്കാൻ പാകത്തിന് വല്ല കോസ്മിക് അണ്ടാവും വേണം ഗായ്സ്. അത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ജീവൻ വളരെ ശ്രേഷ്ഠമാണ്, പക്ഷെ അതൊരിക്കലും ഒരു അത്ഭുതമാകണമെന്നില്ല. ജീവൻ അതുല്യമാണ്, പക്ഷെ അതൊരിക്കലും അപൂർവമാണ് എന്നും പറയാനാകില്ല. ലൈഫ് ഈസ് സ്പെഷ്യൽ ബട്ട് ഇറ്റ്സ് നോട്ട് എ മിറക്കിൾ. ലൈഫ് ഈസ് യുണീക്ക് ബട്ട് ഇറ്റ്സ് നോട്ട് റെയർ. 4.5 ബില്യൺ വർഷം പഴക്കമുള്ള നമ്മുടെ ഭൂമിയിൽ ജീവൻ എന്ന അത്ഭുത പ്രതിഭാസം ഉള്ളിലൊളിപ്പിച്ചുകൊണ്ട് ആദ്യ ജീവന്റെ കണിക ഈ ഭൂമിയിൽ ഉണ്ടായത് ഏതാണ്ട് 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയാൽ ഏതാണ്ട് 3.8 ബില്യൺ വർഷങ്ങൾ, അതിന്റെ അപ്പുറം പോയില്ല. അതായത് ഭൂമി ഉണ്ടായി വെറും 500-800 വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ ജീവൻ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. ഇതിൽ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. കാരണം ആ വർഷങ്ങളിൽ തിളച്ചു മറിയുന്ന ചൂടുള്ള ബഹിരാകാശത്തെ ഒരു വലിയ ലാവയുടെ തുള്ളിയായിരുന്നു നമ്മുടെ ഭൂമി. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസിന് ഉണ്ടാകാനോ കൂടിച്ചേരാനോ പറ്റാത്ത അവസ്ഥ. ആ വർഷങ്ങൾ മൈനസ് ചെയ്ത് കളഞ്ഞാൽ ഭൂമി തണുത്ത് സ്റ്റേബിളായി വെറും 200-500 വർഷത്തിനുള്ളിൽ ഭൂമിയിൽ ആദ്യ ജീവന്റെ കണികയുണ്ടായി. ജിയോളജിക്കൽ സ്കെയിലിലും കോസ്മിക് സ്കെയിലിലും ഒക്കെ വെച്ച് നോക്കിയാൽ ഈ 200-500 വർഷം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാലയളവാണ്. ഇനി ആ ജീവൻ നമ്മുടെ ഭൂമി ഉണ്ടാക്കിയത് എങ്ങനെയാ? ഈ ലോകത്ത് കണ്ടമാനം ലഭ്യമായിട്ടുള്ള കുറെ അടിസ്ഥാന ചേരുവകളും കറിക്കൂട്ടുകളും ഒക്കെ ചേർത്തിട്ട്. എന്തൊക്കെയാണ് ഈ കറിക്കൂട്ട്? ഈ ഭൂലോകത്തുള്ള സകലമാന ജീവി വർഗത്തിന്റെയും ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു സാധനമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്, ബൈ ദ നമ്പർ ഓഫ് ആറ്റംസ്. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഇതേ സാധനം തന്നെയാണ് ലോകത്തും ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ചേരുവ. ലോകത്തിന്റെ 75% ഹൈഡ്രജനാണ്. നമ്മുടെ ലോകത്തെ ബിഗ് ബാങ്ങിന് ശേഷം ആദ്യമുണ്ടായ മൂലകം ഹൈഡ്രജനാണ്. ഹൈഡ്രജനും ഹീലിയവുമാണ് ലോകത്തിന്റെ 99% ഭാരവും. ഹീലിയം പിന്നെ ഇപ്പോൾ ഒറ്റക്ക് നിൽക്കുന്ന ഒരു മൂലകമാണ്. ആരുടെയും കൂടെ നിൽക്കുന്ന പുള്ളിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് പുള്ളിയെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ശരീരത്തിൽ അടുത്തതായിട്ട് കൂടുതലുള്ള ഒരു സാധനമാണ് ഓക്സിജൻ. ഭാരത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സാധനം. പ്രപഞ്ചത്തിലെ വിവിധതരം ദ്രവ്യങ്ങളുടെ രൂപീകരണത്തിലും അവയുടെ ഘടനയിലും ഓക്സിജന് നിർണായകമായ പങ്കുണ്ട്. ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ലോകത്തിലെ 99% ഭാരം കഴിഞ്ഞ് ബാക്കി വരുന്ന ആ 1% ഭാരത്തിന്റെ പകുതിയും ഓക്സിജന്റെയാണ്. അടുത്തതാണ് കാർബൺ. ഈ ജീവന്റെ നിർമ്മാണ ബ്ലോക്കുകളെ ഒരു പശ പോലെ അല്ലെങ്കിൽ പാലം പോലെയൊക്കെ പ്രവർത്തിച്ച് കൂട്ടിച്ചേർത്ത് നിർത്തി സങ്കീർണമായ ഘടനകൾ ഉണ്ടാക്കുന്നത് കാർബൺ ആണ്. ഈ വീടുണ്ടാക്കുമ്പോൾ കട്ട ചേർത്ത് വെച്ച് ഇടയ്ക്ക് സിമെന്റ് ഇട്ട് നമ്മൾ കൂട്ടൂലേ, യോജിപ്പിക്കൂലേ കട്ടകളൊക്കെ? ഇതേ സിമെന്റിന്റെ പണിയാണ് കാർബൺ. ഓൾ ദ ലിവിംഗ് തിങ്സ് ഓൺ എർത്ത് ആർ കാർബൺ ബേസ്ഡ് ഓർഗാനിസംസ്. നേരത്തെ പറഞ്ഞ 1% പ്രപഞ്ചത്തിന്റെ ഭാരത്തിലേക്ക് നല്ലൊരു ശതമാനം സംഭാവന കാർബണിന്റെയും ഉണ്ട്, ഓക്സിജൻ കഴിഞ്ഞാൽ. അങ്ങനെ ഒരു സെൻസിൽ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുകയാണെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിളായ ഒന്നാണ്. ലോകത്തുടനീളം സമൃദ്ധമായിട്ടുള്ള പ്രപഞ്ച മൂലകങ്ങളുടെ ചില പ്രത്യേക അനുപാതത്തിലെ മിശ്രണത്തിന്റെ ഫലമാണ് ജീവൻ എന്ന പ്രതിഭാസം. അതായത് ലോകത്തിന്റെ ഭീമാകാരമായ കോസ്മിക് വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ പ്രപഞ്ചത്തിന്റെ കയ്യിൽ കൂടുതലായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ ഫേവറിറ്റ് ആയിട്ടുള്ള കുറെ ചേരുവകൾ കൂട്ടിച്ചേർത്ത് കുഴച്ചുണ്ടാക്കിയതാണ് നമ്മളെ, അല്ലെങ്കിൽ ജീവൻ. ഈ ചേരുവകൾ പ്രപഞ്ചത്തിൽ സുലഭമായിട്ട് എല്ലായിടത്തും ഉണ്ട്. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, ഇത് ഏതൊക്കെ കോണിലുണ്ടോ അവിടെയൊക്കെ ജീവൻ ഉണ്ടാവുകയും ചെയ്യാം. ശാസ്ത്രലോകത്തിലെ ഒരു വലിയ വിഭാഗം സയന്റിസ്റ്റുകളും കെമിസ്റ്റുകളും ഭൂമിയിലെ ജീവന്റെ ഉദയം എങ്ങനെ എന്ന ആ വലിയ രഹസ്യം ചുരുളഴിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങേയറ്റം അതിശയകരവും അസംഭവ്യവുമായ ഒരു തിയറിയാണ് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു തിയറിയും കാരണവുമാണ് ഭൂമിയിലെ ജീവന്റെ ഉദയത്തിന് പിന്നിൽ എന്നവർ പ്രതീക്ഷിക്കുന്നു. കാരണം അങ്ങനെ അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും കാണുമല്ലോ. എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് അങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നാണ്. ചിലപ്പോൾ ജീവൻ എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഉള്ളൊരു സാധനമായിരിക്കും. ചിലപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ജീവനുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും ജീവൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇതുവരെ ഒരു ജീവനെ പോലും കണ്ടുമുട്ടിയില്ല? അതിന്റെ ഉത്തരം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് എല്ലായിടത്തും എന്ന് പറയുന്നത് പോലെയല്ല നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും എന്ന് പറയുന്നത്. ലോകം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കോ ഭാവനകൾക്കോ സ്പർശിക്കാൻ പോലും ആകാത്ത അത്ര വിധത്തിൽ വലുതാണ്. നക്ഷത്രങ്ങളും ഗാലക്സികളും നിറഞ്ഞ പ്രപഞ്ചമെന്ന ഈ മഹാസാഗരത്തിൽ ജീവൻ ഉള്ളിലൊളിപ്പിച്ച ദ്വീപുകൾക്കിടയിലുള്ള ദൂരം ഒരുപാട് വലുതാണ്. ഈ ദൂരമൊന്നും നമ്മളോ അവരോ ഒരു പക്ഷെ നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും കവർ ചെയ്യാനേ പോകുന്നില്ല. നമ്മളും അവരും ഇനി എത്ര അഡ്വാൻസ്ഡ് ആയ ആളുകളാണ് എന്ന് പറഞ്ഞാലും. ദാറ്റ്സ് ഹൗ ബിഗ് ഇസ് ദ യൂണിവേഴ്സ്. നമ്മുടെ സ്വന്തം ഗാലക്സിയിൽ എത്രത്തോളം ഭാഗത്ത് നമ്മൾ ജീവനുണ്ട് എന്ന് നോക്കിയിട്ടുണ്ടെന്നറിയോ? നമ്മുടെ മിൽക്കി വേ ഗാലക്സിയെ നമ്മുടെ ഭൂമിയിലെ സമുദ്രങ്ങളോട് കമ്പയർ ചെയ്താൽ
അതായത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്ക് നമ്മുടെ ഭൂമിയിലെ സമുദ്രങ്ങളുടെ അത്രയും വലിപ്പമുണ്ട് എന്ന് കരുതുക. ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിൽക്കി വേ ഗാലക്സി എന്ന വലിയ സമുദ്രത്തിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ പോലും ജീവനുണ്ടോ എന്ന് നമുക്ക് മെനക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ആ ഗ്ലാസിന്റെ ഉള്ളിലോട്ട് നോക്കിയിരുന്ന അതിന്റെ ഉള്ളിൽ നിന്ന് തിമിംഗലത്തിനെ നല്ല ഒരു കുഞ്ഞു ചാള പോലും നമുക്ക് കിട്ടൂല. എന്തിന്, ഒരു കുഞ്ഞു കൊഴുവ പോലും അതിന്റെ ഉള്ളിൽ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ പ്രപഞ്ചത്തിന്റെ കാര്യം പറയണോ? പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ഭൂമി തണുത്ത് സ്റ്റേബിൾ ആയി ആദ്യ ജൈവകണിക ഉണ്ടായി ഇന്ന് വരെ ഏതാണ്ട് 4 ബില്യൺ വർഷങ്ങൾ. ജീവന്റെ ആ നീണ്ട ജൈത്രയാത്രയുടെ ചരിത്രത്തിൽ കുഞ്ഞിക്കാട്ടി ബാക്ടീരിയകളും വൈറസുകളും പോലുള്ള ജീവികൾ തുടങ്ങി വെലിക്കാട്ട് ഡൈനോസറുകൾ പോലെയുള്ള ഓരോ ജീവനും വളരെ വൃത്തിയായി 4 ബില്യൺ വർഷം നീണ്ട ഈ ഭൗമ നാടകത്തിൽ അവരുടെ ഭാഗങ്ങൾ വളരെ വൃത്തിയായിട്ട് അഭിനയിച്ചു തീർത്തു. എന്നാൽ ഈ ജീവന്റെ ശ്രേണിയിൽ അവസാനം വന്ന നമ്മൾ മനുഷ്യർ മാത്രമാണ് നിഗൂഢതകളും അന്ധകാരവും നിറഞ്ഞ വിശാലമായ പ്രപഞ്ചം എന്ന ഈ കൊടുങ്കാട്ടിലേക്ക് അറിഞ്ഞും അറിയാതെയും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്ന സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങിയത്. ഭൂമിയുടെ അതിർത്തികൾ ഭേദിച്ച് അന്ധകാരം നിറഞ്ഞ ആ കൊടുങ്കാട്ടിലേക്ക് സന്ദേശങ്ങൾ അയക്കാൻ പാകത്തിന് കെൽപ്പുള്ള ടെക്നോളജികൾ ഉള്ളത് നമുക്ക് മാത്രമാണ്. അത്തരം ടെക്നോളജികൾ ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിനുള്ള ഇന്റലിജൻസ് നമുക്ക് മാത്രമേ ഉള്ളൂ. റേഡിയോ സിഗ്നലുകൾ, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലുകൾ എന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സന്ദേശങ്ങൾ നമ്മൾ ഓൾറെഡി അയച്ചു കഴിഞ്ഞു. അതായത് ആ കൊടുങ്കാട്ടിൽ നമ്മെ കാത്തിരിക്കുന്നത് എന്താണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന പണികൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് അതിന് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റത്തക്ക രീതിയിൽ ഏണി കയറി നിന്ന് അതിനെ ടാറ്റ കാണിച്ച് ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞു. 4 ബില്യൺ നീണ്ട വർഷങ്ങളിൽ ആ നീണ്ട കാലയളവിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവനും ആ പണിക്ക് നിന്നിട്ടില്ല. അലറി വിളിച്ച് ചവിട്ടി മെതിച്ച് തീക്കോട് നടന്ന ദിനോസറുകൾ പോലും ആ പണിക്ക് നിന്നിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അതായത് ആ കൊടുങ്കാട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ ഇരിപ്പുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് നമുക്കാണ്. നമ്മളാണ് ടാറ്റ കാണിച്ച് അവരെ ഇങ്ങോട്ട് വിളിച്ചത്. ഓക്കെ, പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല. പുറത്തുള്ള ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ജീവനൊക്കെ ഉണ്ടെങ്കിൽ അവരും ഇങ്ങനെ ഭൂമിയിലെ 99% ജീവചരിത്രത്തിൽ കാണുന്നത് പോലെ ഇന്റലിജന്റ് അല്ലാത്ത ജീവിവർഗങ്ങളായിരിക്കാം. പുറത്തു നിന്ന് ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിൽ ഇങ്ങനെ സിഗ്നലുകളൊക്കെ അയക്കത്തക്ക രീതിയിൽ അഡ്വാൻസ്ഡ് ആയ ജീവികളായിരിക്കില്ല അവർ. ശരിയല്ലേ പറഞ്ഞത്? നമ്മുടെ ഭൂമിയുടെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ജീവികളിൽ എത്ര പേർക്ക് മനുഷ്യരെ പോലെയുള്ള ഇന്റലിജൻസ് ഉണ്ടായിരുന്നു? അവരിൽ ഒട്ടുമിക്ക ആളുകളും നമ്മളെക്കാൾ ഒരുപാട് കാലം ഭൂമിയിൽ ജീവിച്ച ആളുകളാണ്. അവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല നമ്മളെ പോലെയുള്ള ഇന്റലിജൻസ്. നമുക്ക് എവല്യൂഷന്റെ കാര്യം എടുക്കാം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നീളുന്ന പരിണാമം എന്ന ആ മഹാപ്രക്രിയയിൽ ഒന്നിലധികം തവണ പരിണാമം സംഭവിച്ച ജീവികളുണ്ട്. ഒരുപാട് ജീവികൾക്ക് പരിണാമം സംഭവിക്കുകയും ചെയ്തു. അതായത് പ്രകൃതി ഡിസൈൻ ചെയ്യാണ്. സർവൈവ് ചെയ്യാൻ പാകത്തിന്, പിടിച്ചു നിൽക്കാൻ പാകത്തിന് ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് ജീവികളുടെ ശരീരത്തിൽ ഉണ്ടാക്കേണ്ടത് എന്ന് മനസ്സിലാക്കി അവരുടെ ശരീരഘടന പ്രകൃതി റീഡിസൈൻ ചെയ്യുന്നു. കണ്ണിന്റെ കാര്യം മാത്രം നമുക്ക് എടുത്തു നോക്കാം. പല രീതിയിൽ കണ്ണുകളുള്ള നിരവധി ജീവികൾ നിലവിൽ തന്നെ ഭൂമിയിലുണ്ട്. കുതിരയുടെയും മാനുകളുടെയും കണ്ണുകൾക്ക് ഏതാണ്ട് അവർക്ക് ചുറ്റുമുള്ളതും മുഴുവൻ കാണാൻ കഴിയും. അവരുടെ നേരെ സ്ട്രൈറ്റ് മുമ്പിലുള്ളതും നേരെ സ്ട്രൈറ്റ് പുറകിലുള്ളതും മാത്രമാണ് അവർക്ക് കാണാൻ കഴിയാത്തത്. ഡോൾഫിനുകളുടെ കാര്യം പറഞ്ഞാൽ അവറ്റകൾക്ക് വെള്ളത്തിന് വെളിയിൽ വന്നാൽ വെള്ളത്തിനും വെളിയിലുള്ള കാഴ്ചകൾ നല്ല വൃത്തിയായിട്ട് കാണാം. പരുന്തുകൾക്ക് ആകാശത്ത് മേഘങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ താഴെ ഗ്രൗണ്ടിൽ നടക്കുന്നത് എന്താണോ അത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പാകത്തിനുള്ള കണ്ണുകളാണുള്ളത്. അങ്ങനെ പല ടൈപ്പിലുള്ള കണ്ണുകൾ. ഭൂമിയിലെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി പല തരത്തിലുള്ള മാറ്റങ്ങളും വ്യത്യാസങ്ങളും പ്രകൃതി ജീവികൾക്ക് മാറി മാറി കൊടുക്കുമ്പോൾ ഓരോരോ മാറ്റങ്ങൾ ഇങ്ങനെ ജീവികളിൽ മാറി മാറി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനുഷ്യന്റെ രൂപത്തിലുള്ള ഇന്റലിജൻസ് അവർക്ക് ആർക്കും പ്രകൃതി കൊടുത്തില്ല. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും വർഷം നീണ്ട പരിണാമ ചരിത്രത്തിൽ ഒരു ജീവിക്ക് പോലും നമുക്കുണ്ടായിരുന്നത് പോലെയുള്ള ഒരു ഇന്റലിജൻസ് ട്രൈ ചെയ്ത് നോക്കിയില്ല എന്ന് പറഞ്ഞാൽ പരിണാമത്തിന്റെ ഈ നീണ്ട ചരിത്രത്തിൽ ഒരുപാട് ജീവികൾക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ പിന്നെയും ആവർത്തിച്ചു വന്നു. പക്ഷെ ഇന്റലിജൻസ് മാത്രം ആർക്കും വന്നില്ല. അതെന്താ? അതിന്റെ കാരണം സർവൈവ് ചെയ്യുന്നതിന് ഇന്റലിജൻസ് അത്ര പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പ്രകൃതിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലേ? ജീവന് പിടിച്ചു നിൽക്കാൻ മനുഷ്യന്റെ പോലത്തെ ഇന്റലിജൻസ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. ഇന്റലിജൻസ് കയ്യിലുണ്ടായിട്ടല്ല ഈ ഭൗമ നാടകത്തിൽ നീണ്ട കാലയളവ് അവരവരുടെ വേഷങ്ങൾ ഓരോ ജീവികളും ഈ ഭൂമിയിൽ ആടിത്തീർത്തത്. നമ്മുടെ മനുഷ്യരുടെ കയ്യിൽ മാത്രമേ ഈ പ്രത്യേക തരത്തിലുള്ള ഇന്റലിജൻസ് ഉള്ളൂ. നമ്മളാണെങ്കിൽ ഈ ഭൂമിയിലെ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഈ പേക്കൂത്ത് കാണിക്കാൻ തുടങ്ങിയിട്ട് ആകെ 5-10 മിനിറ്റേ ആയിട്ടുള്ളൂ. എന്തായി തീരുമെന്ന് ആർക്കറിയാം? ഒരു പിടുത്തവും ഇല്ല. അതെ, പരിണാമത്തിന്റെ പുസ്തകത്താളുകൾ ഒന്ന് പിന്നോട്ട് മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. സാധാരണയായി പരിണാമത്തിൽ കണ്ടുവരുന്ന ഒരു റിസൾട്ട് അല്ല മനുഷ്യന്റെ രീതിയിലുള്ള ഇന്റലിജൻസ്. ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റാൻഡേർഡ് ഔട്ട്കം ഓഫ് എവല്യൂഷൻ. ഇറ്റ് കുഡ് ബി ആൻ അനോമലി. ഒരു അസാധാരണ സംഭവമാണത്. ഭൂമിയുടെ ചരിത്രത്തിൽ മറ്റൊരു ജീവിക്കും കണ്ടിട്ടില്ലാത്ത അത്ഭുതകരമായ ഒരു മാറ്റം. പ്രകൃതിയിൽ പിടിച്ചു നിൽക്കുന്നതിനും രക്ഷപ്പെടുന്നതിനും മാത്രമല്ല, പ്രകൃതിയെ തന്നെ അപ്പാടെ മാറ്റിമറിക്കുന്നതിനുള്ള ഒരു പ്രത്യേക കഴിവാണ് മനുഷ്യന് പ്രകൃതി തന്നെ നൽകിയത്. മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊരു അസാധാരണത്വം, ഇങ്ങനെയൊരു അനോമലി അവിടെ ഉണ്ടാകണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അത്തരം ജീവനെ കണ്ടെത്തുന്നതിനുള്ള സാധ്യതകൾ പിന്നെയും കുറയുന്നു. നമ്മൾ ജീവനുള്ള കുറച്ച് ഗ്രഹങ്ങൾ കണ്ടെത്തി എന്ന് കരുതുക. നമ്മൾ അവിടേക്ക് ഒരു ടൂർ പോവാണ്.
ഇംഗ്ലീഷ് സിനിമകളിൽ ഏലിയൻസിനെ കണ്ട് ശീലിച്ച നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഒരു മനുഷ്യനല്ലാത്ത നാഗരിക വംശത്തെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അവരെ പരിചയപ്പെടാം, അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാം. നമ്മൾ നമ്മുടെ സ്പേസ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഗ്രഹങ്ങൾ 1 by 1 ആയിട്ട് കണ്ട നമ്മൾ വല്ലാതെ നിരാശരാകുന്നു. കാരണം നമ്മൾ അവിടെ കണ്ടത് കുരങ്ങന്മാരെ പോലെ, ചിമ്പാൻസികളെ പോലെ, ദിനോസറുകളെയൊക്കെ പോലെയുള്ള ജീവികളെയാണ്. അവിടെ നമ്മെ പോലെയുള്ള ഒരു ഇന്റലിജന്റ് സ്പീഷീസിനെ, ഒരു നാഗരിക വംശത്തെ നമ്മൾ എവിടെയും കണ്ടില്ല. ഇനി നമുക്ക് ഇന്റലിജൻസ് എന്ന് പറയുന്നതിനുള്ള മാനദണ്ഡം എന്താണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. വാട്ട് മേക്സ് എ സ്പീഷീസ് ആൻ ഇന്റലിജന്റ് സ്പീഷീസ്? നമ്മളിപ്പോൾ പറഞ്ഞു മനുഷ്യൻ വലിയ സംഭവമാണ്, മനുഷ്യന്റെ ബുദ്ധി അതിലും വലിയ സംഭവമാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ. നമ്മൾ ചിമ്പാൻസിയെ ഒരു ഉദാഹരണമായിട്ട് എടുത്ത് നോക്കാം. നമ്മൾ മനുഷ്യരുടെ ഒരു അടുത്ത ബന്ധുവാണ് ചിമ്പാൻസി. നമ്മളുടെയും ചിമ്പാൻസിയുടെയും DNA തമ്മിൽ ഏതാണ്ട് 1% വ്യത്യാസമേ ഉള്ളൂ. ആ ചിമ്പാൻസിയെ നമ്മൾ മുന്നിൽ പിടിച്ചിരുത്തി പുള്ളിക്കാരന് ഗുണനപ്പട്ടിക പഠിപ്പിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ പുള്ളിയുടെ മുന്നിലിരുന്ന് നമ്മൾ ഇന്റലിജൻസ് വെച്ച് നമ്മൾ ഈ ഭൂലോകത്ത് നേടിയ മഹത്തായ കാര്യങ്ങൾ എന്തൊക്കെ എന്നൊന്ന് വിശദീകരിച്ച് നോക്കിക്കേ. ചിമ്പാൻസി നമ്മളൊന്നും ശ്രദ്ധിക്കുക പോലുമില്ല. അത് വെറുതെ വാതുറന്ന് നമ്മളെ നാക്ക് നീട്ടി കാണിക്കും. അവർക്ക് നമ്മളെ മനസ്സിലാകില്ല. ഇനി ഇതൊന്ന് തിരിച്ചു സങ്കല്പിച്ച് നോക്കിക്കേ. ഇതേ രീതിയിൽ ജനിതക ഘടനയിൽ 1% മാത്രം ഡിഫറൻസ് ഉള്ള, 1% വ്യത്യാസമുള്ള മറ്റൊരു ജീവിവർഗത്തെ നമ്മൾ കാണുന്നു എന്ന് കരുതുക. ഒറ്റ വ്യത്യാസമുള്ളത് ഇവിടെ നമ്മളാണ് ചിമ്പാൻസിയുടെ റോളിൽ. അതായത് ഏലിയൻസ് ഉണ്ടാകാം എന്ന് മാത്രമല്ല, അവർ ഇന്റലിജന്റ് ആണ് എന്ന് മാത്രമല്ല, അവർ നമ്മളെക്കാൾ ഇന്റലിജന്റ് ആണ് എന്ന് വെച്ചോളൂ. അതായത് നമ്മുടെ ഭൂമിയിൽ നടന്നതിനേക്കാൾ മറ്റൊരു വലിയ അനോമലി, അതിനേക്കാൾ വെല്ലിക്കാട്ട ഒരു അസാധാരണത്വം അവരുടെ ഗ്രഹത്തിൽ നടന്നു എന്ന് കരുതുക. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ നമ്മളെ മൈൻഡ് ചെയ്യുക പോലുമില്ല. കാരണം മൈൻഡ് ചെയ്യാൻ പാകത്തിനുള്ള അത്ര വലിയ സംഭവമൊന്നുമല്ല നമ്മൾ. ദേ മേ നോട്ട് കൺസിഡർ ആസ് ആൻ ഇന്റലിജന്റ് സ്പീഷീസ്. ആ ചെറിയൊരു വ്യത്യാസം, ആ 1% ഡിഫറൻസ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. ശാരീരികവും മാനസികവുമായി ഒരുപാട് മാറ്റങ്ങൾ അവർക്കുണ്ടാകും, ഒരുപാട് കഴിവുകൾ അവർക്കുണ്ടാകും. അത് ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ടെക്നോളജിക്കലി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരിക്കും, അതല്ല പ്രശ്നം. അത് രണ്ടാമത് വരുന്ന കാര്യം, നമ്മൾ എങ്ങനെ അവരുടെ കൺവെട്ടത്ത് പോയി നിൽക്കും എന്നുള്ളതാണ്. കാരണം പോയി നിന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ വായുമ്പോൾ ചന്തം വിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി നിൽക്കാന്നേ ഉള്ളൂ. ഭാഷയുടെ പ്രശ്നമല്ല, അവർ അന്തരീക്ഷത്തെ ഗ്രഹിക്കുന്നത് പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും. ഒരുപക്ഷെ അവർക്ക് 5-ന് പകരം 7, 8, 10, 12 ഇന്ദ്രിയങ്ങളൊക്കെ ആകും ഉണ്ടാവുക. ലോകത്തെ പറ്റിയുള്ള നമ്മുടെ ധാരണ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ പരിമിതപ്പെട്ട് കിടക്കുകയാണ്. അവർക്കൊരു പക്ഷെ അതിൽ കൂടുതൽ സെൻസുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രപഞ്ചത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അവരോട് എന്ത് ചോദ്യം ചോദിക്കണം എന്നുപോലും നമുക്ക് അറിവുണ്ടാവില്ല. കൂട്ടത്തിൽ സ്മാർട്ടായ ചിമ്പാൻസികളെയും കുരങ്ങന്മാരെയും ഒക്കെ നമ്മൾ പിടിച്ചെടുത്ത് ഗോളങ്ങളും ക്യൂബുകളും ഒക്കെ പോലെയുള്ള പലതരത്തിലുള്ള ഷേപ്പുകൾ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്ത് അത് തിരിച്ചറിയാൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കും. നമ്മുടെ നഴ്സറി പഠിക്കുന്ന കുഞ്ഞു മക്കൾ ചെയ്യുന്ന കാര്യം അത്. അതുപോലെ നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിലുള്ള സ്മാർട്ട് ആയിട്ടുള്ള സയന്റിസ്റ്റുകളെ ഒരു മേശയുടെ മുന്നിൽ പിടിച്ചിരുത്തി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ വെച്ച് അവർ നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കും. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിക്കൽ ഉപകരണങ്ങൾ പോലും ഒരുപക്ഷെ അവരുടെ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഒരുപക്ഷെ ജീവനുള്ള ഗ്രഹങ്ങളുടെ ഒരു സെൻസസ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ഭൂമിയുടെ മുകളിലൂടെയൊക്കെ വല്ലപ്പോഴും പോയിട്ടുണ്ടാകും. പോകുന്ന വഴിക്ക് ഇതിന്റെ ഉള്ളിലെ കുളിഞ്ഞു നോക്കി ഇന്റലിജന്റ് ആയ സ്പീഷീസ് ഒന്നും ഇല്ലാത്ത ഗ്രഹം എന്ന കാറ്റഗറിയിൽ ഭൂമിയെ പെടുത്തി ചിലപ്പോൾ ടിക്കടിച്ച് പോയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എന്തർത്ഥത്തിലാണ് നമ്മൾ ഇന്റലിജന്റ് എന്ന് പറയുന്നത് എന്ന ചോദ്യം നമുക്ക് സ്വയം ചോദിക്കേണ്ടി വരും. ഇന്റലിജന്റ് എന്ന വാക്കിന് നിർവചനവും അർത്ഥവും തീരുമാനിച്ചത് നമ്മൾ തന്നെയാണ്. എന്നിട്ട് നമ്മൾ സ്വയം തീരുമാനിച്ചു നമ്മൾ ഇന്റലിജന്റ് ആണെന്ന്. എന്തടിസ്ഥാനത്തിൽ? ഈ പറഞ്ഞ 6-7 ഇന്ദ്രിയമായിട്ട് വരുന്നവന്മാർക്ക് അവന്മാരുടേതായ രീതിയിൽ അർത്ഥങ്ങളും നിർവചനങ്ങളും ഉണ്ടാകും ഇന്റലിജന്റ് എന്ന വാക്കിന്. നമ്മുടെ ഭീമാകാരമായ അമ്പരചുംബികളും അത്യാധുനിക ശാസ്ത്രീയ ഗാഡ്ജറ്റുകളും അവരെ ഒട്ടും ആകർഷിക്കില്ല. അവർ തെല്ലും ഇംപ്രസ്ഡ് ആകില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ഭൗമേതര ജീവികളുടെ ശരീരഘടനയുടെയും കോലത്തിന്റെയും കാര്യം. ഒട്ടുമിക്ക ഇംഗ്ലീഷ് സിനിമകളിലും അത്തരം ഭൗമേതര ജീവികളെ, ഏലിയൻസിനെ, മനുഷ്യരുടെ കോലത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഹ്യൂമനോയിഡ് ഷേപ്പ്. അവർ മനുഷ്യകോലത്തിൽ തന്നെ ആയിരിക്കും എന്ന് എന്താണ് നമുക്ക് ഇത്ര ഉറപ്പ്? കഴിഞ്ഞ 4 ബില്യൺ വർഷങ്ങളായി ഭൂമിയിൽ വന്നു പോയ ദശകോടിക്കണക്കിന് ജീവിവർഗങ്ങളിൽ അവസാനം വന്ന വളരെ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ ഈ പറഞ്ഞ മനുഷ്യക്കോലം, ഹ്യൂമനോയിഡ് ഷേപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെങ്ങനെ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വരുന്ന ജീവിക്ക് നമ്മുടെ പോലെ മനുഷ്യക്കോലം ഉണ്ടാകും? കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞ തിയറിയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഏലിയൻസിന് മനുഷ്യക്കോലം ഉണ്ടാകാം എന്ന് ചില ആശയങ്ങൾ പറയുന്നുണ്ട്. അതായത് തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത 2 സ്പീഷീസുകൾ, എന്നാൽ ഏതാണ്ട് സമാനമായ 2 അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സമാനമായ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്ന ജീവികൾ. അവയ്ക്ക് സമാനമായ ശരീരഘടനകൾ പരിണാമത്തിന്റെ ഫലമായി പ്രകൃതി നൽകാം. ഉദാഹരണത്തിന് പക്ഷികൾക്കും വവ്വാലിനും, പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഇൻസെക്റ്റുകൾ, പ്രാണികൾക്ക് അവയ്ക്കൊക്കെ ചിറകുകൾ ഉള്ളതുപോലെ, പിന്നെ കടലിൽ ഡോൾഫിനും കരയിൽ വവ്വാലിനും എക്കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞ കഴിവുള്ളതുപോലെ പരിണാമവൃക്ഷത്തിൽ ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്ന ജീവികളാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷികൾ, വവ്വാല്, പ്രാണികള്. ശരിയാണ്, ഇത് വെച്ച് ഏലിയൻസിന് തിയററ്റിക്കലി മനുഷ്യക്കോലം ഉണ്ടാകാം, പാടില്ല എന്നൊന്നുമില്ല, പോസിബിൾ ആണ്. എന്നാൽ മറ്റു ചില തിയറികൾ പറയുന്നത് ഈ മനുഷ്യക്കോലം എന്ന് പറയുന്നത് ഭൂമിയിലെ ചില പ്രത്യേക പാരിസ്ഥിതിക അവസ്ഥകളുടെ ഫലമായി പരിണാമത്തിന്റെ കഥയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്, ഏറ്റവും റീസെന്റ് ആയിട്ടുണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ്. മനുഷ്യന്റെ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യക്കോലവും മനുഷ്യന്റെ ബുദ്ധിയും രണ്ടും പരിണാമത്തിലുണ്ടായ ഏറ്റവും പുതിയ 2 മാറ്റങ്ങളാണ്. ഈ പറഞ്ഞ അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിൽ ഉണ്ടായതുപോലെ കൃത്യമായി ഏതാണ്ട് അതേ പാരിസ്ഥിതിക അവസ്ഥകൾ അവരുടെ ഗ്രഹത്തിൽ നേരിടേണ്ടി വന്നാലേ അവർക്ക് മനുഷ്യക്കോലം കിട്ടൂ. അങ്ങനെ മനുഷ്യക്കോലത്തിലേക്ക് നയിക്കപ്പെട്ട ഭൂമിയിലെ ആ പാരിസ്ഥിതിക അവസ്ഥകൾ വളരെ
വളരെ കൃത്യമായി അങ്ങനെ തന്നെ മറ്റ് ഗ്രഹങ്ങളിൽ ആവർത്തിക്കപ്പെടുക എന്നത് വളരെ വളരെ അപൂർവമാണ്. കാരണം പല ഗ്രഹങ്ങളുടെയും ഗ്രാവിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും, അവയുടെ അന്തരീക്ഷം വ്യത്യാസം ഉണ്ടായിരിക്കും, കാലാവസ്ഥ വ്യത്യാസം ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്. നമ്മുടെ ഭൂമിയിൽ തന്നെ നിരവധി ജീവിവർഗ്ഗങ്ങളുമായിട്ട് നമ്മൾ മനുഷ്യർ ജനിതക സാമ്യതകൾ പങ്കിടുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു പൂർവികനാണുള്ളത്. വി ഓൾ ഹാവ് എ കോമൺ ആൻസെസ്റ്റർ. എന്നിട്ട് പോലും ഈ നീണ്ട ജീവികളുടെ ലിസ്റ്റിൽ ഭൂരിഭാഗത്തിനും മനുഷ്യക്കോലമില്ല, ചെറിയൊരു സാമ്യത പോലുമില്ല. പിന്നെ എങ്ങനെയാണ് DNA പോലും അല്ലാത്ത, അതായത് DNA-യിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ജനിതക ഘടനകൾ ഉണ്ടായേക്കാവുന്ന അന്യഗ്രഹ ജീവികൾക്ക് മനുഷ്യക്കോലം ഉണ്ടായിരിക്കാം എന്ന് നമ്മൾ അനുമാനിക്കുന്നത്? ജനിതക ഘടനയിൽ സാമ്യതകളുള്ള ഭൂമിയിൽ തന്നെയുള്ള ജീവികളിൽ തന്നെയുണ്ട് നമ്മുടെ കണ്ണ് തള്ളിക്കുന്ന രീതിയിലുള്ള ജൈവ വൈവിധ്യങ്ങൾ. ഉദാഹരണത്തിന് പാമ്പ് എന്ന് പറഞ്ഞ പാവൻ ജന്തുവിനെ നോക്കുക. ജീവിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു പാവൻ ജീവിയാണത്. അതിന് കയ്യുമില്ല കാലുമില്ല, വളരെ ബുദ്ധിമുട്ടി എഴഞ്ഞിട്ടാണ് അത് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ആണോ? അല്ല, കയ്യും കാലും ഇല്ല എന്ന് വെച്ച് വളരെ എഫിഷ്യന്റ് ആയിട്ട് പാമ്പുകൾ നീങ്ങും. മനുഷ്യനേക്കാൾ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ നീങ്ങാൻ കഴിയുന്ന പാമ്പുകളുണ്ട്. പോരാത്തതിന് ഒടുക്കത്തെ റിയാക്ഷൻ ടൈമാണ് ആ പണ്ടാരങ്ങൾക്ക്. അതിന്റെ തലയുടെ ഇരട്ടി വലിപ്പമുള്ള ജീവികളൊക്കെയാണ് അതുങ്ങൾ തിന്നുന്നത്. പിന്നെ വേറൊരു സാധനമുണ്ട്, ഒക്ടോപ്പസ് എന്ന് പറഞ്ഞിട്ട്, നീരാളി. പാമ്പിന് ഒറ്റ കാലില്ലാത്തടത്ത് ഒക്ടോപ്പസിന് 8 കാല. അതിന് അസ്ഥിയോ എല്ലോ ഒന്നുമില്ല എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ്. പോരാത്തതിന് തലയിൽ ഒരു തലച്ചോറ് ഉള്ളത് പോരാഞ്ഞിട്ട് ഓരോ കാലുമേയും കുഞ്ഞു ഓരോ തലച്ചോറ് വേറെ. പിന്നെ സ്വന്തം ശരീരത്തിന്റെ കളർ മാറ്റി അതിന് ഒളിച്ചിരിക്കാൻ പറ്റും. ഇരകൾ അവയുടെ കൈക്കുള്ളിൽ പെട്ടാൽ പെട്ടത് തന്നെയാണ്. നല്ല ഉറപ്പും ഗ്രിപ്പുമാണ് ഇവരുടെ കൈകൾക്ക്. ഇത്രയധികം വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ ഭൂമിയിലെ ജീവികളെ ഈ പറഞ്ഞ ഇംഗ്ലീഷ് സിനിമയുള്ള ഏലിയൻസ് വന്ന് കണ്ടാൽ അവരുടെ കിളി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫ്രീക്കൻ ഏലിയൻ ഭൂമിയിൽ ടൂറിന് വന്ന് ഇതൊക്കെ കണ്ട് തിരിച്ച് പുള്ളിയുടെ ഗ്രഹത്തിൽ ചെന്ന് ഇതൊക്കെ അവിടെയുള്ള അവരുടെ കൂട്ടുകാരോട് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഇവരെ വട്ടാണെന്ന് പറഞ്ഞ് ഓടിക്കും, അല്ലെങ്കിൽ വല്ല കഞ്ചാവാണെന്ന് പറയും. അവസാനമായിട്ട് പറയാനുള്ളത്, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മോസ്റ്റ്ലി തിയറികളും പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറെ തെളിവുകളൊക്കെ വെച്ചിട്ടുള്ള സ്പെക്കുലേഷനും ഒക്കെയാണ്. അതായത് കുറെ അനുമാനങ്ങളും ഊഹാപോഹങ്ങളും. അതിന്റെ കാരണം ഭൂമിയിൽ നിന്നുള്ള ഡാറ്റയല്ലേ നമ്മുടെ കയ്യിലുള്ളൂ, വേറെ ജീവനുള്ള ഗ്രഹമൊന്നും നമുക്ക് പരിചയമില്ലല്ലോ. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതിന് തികച്ചും വിരുദ്ധമായിരിക്കും. മനുഷ്യ സമാനമായ കോലവും മനുഷ്യ സമാനമായ അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ മികച്ച ബുദ്ധിക്കുമൊക്കെ ജന്മം നൽകാൻ കഴിവുള്ള വേറെ അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അവിടെയുള്ളവരും ചിലപ്പോൾ നമ്മെപ്പോലെ കാത്തിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആവില്ല. ഭൂമിയിൽ സംഭവിച്ചൊരു മഹാത്ഭുതമായിരിക്കും ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം. അതിൽ തന്നെ ഒരു മഹാ അത്ഭുതമായിരിക്കും മനുഷ്യൻ എന്ന് പറയുന്ന ജീവൻ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ആദ്യം മുതൽ ഒന്നുകൂടെ ചെയ്യേണ്ടി വരും. ഐദർ വി ആർ എലോൺ ഇൻ ദ യൂണിവേഴ്സ് ഓർ വി ആർ നോട്ട്. അതായത് ഈ മഹാപ്രപഞ്ചം എന്ന് പറയുന്ന ഈ വയലന്റ് ആയ കൊടുങ്കാട്ടിൽ ഒന്നുകിൽ നമ്മൾ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഈ കൊടുങ്കാട്ടിന്റെ മുക്കിലും മൂലയ്ക്കും നമ്മെപ്പോലെ മറ്റാരൊക്കെയോ ഉണ്ട്. അവർ ഒന്നുകിൽ ഒളിച്ചിരിക്കുകയായിരിക്കാം, പതുങ്ങിയിരിക്കുകയായിരിക്കാം. രണ്ടിലേതാണെങ്കിലും അത് രണ്ടും വളരെ ഭയപ്പെടുത്തുന്നതാണ്. ബോത്ത് ആർ ഈക്വലി ടെറിഫൈയിങ്.